ഇതിന്റെ ഏറ്റവും എന്താ പറയുക അറ്റെന്ന് പറയുന്ന ചോദ്യം എന്ന് പറയുന്നത് ഈ 32 പല്ലിൽ വെച്ച് പഠിക്കാൻ നിങ്ങൾക്ക് എന്തിനാണ് ഈ 5.5 വർഷം എന്നൊരു ചോദ്യം. ഹലോ ഗൈസ്, വീണ്ടും ഞാൻ കുറച്ച് നാൾ മുമ്പ് വരെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് നമ്മൾ ഈ ഡെന്റിസ്റ്റ് BDS എടുത്ത് പഠിക്കുന്ന ഡെന്റൽ സ്റ്റുഡൻസിൻ്റെ അടുത്ത് മാത്രമാണ് ഈ ചില നാട്ടുകാർക്കും ഈ വണ്ടിയിലൊക്കെ പോകുമ്പോൾ നമ്മുടെ അടുത്തിരിക്കുന്ന ബസ്സിലൊക്കെ പോകുമ്പോൾ നമ്മുടെ അടുത്തിരിക്കുന്ന ആൻറ്റിമാർക്കും അമ്മാവന്മാർക്കും ഒക്കെ ഉള്ള ഒരു പ്രശ്നമാണ്. നമ്മൾ BDS ആണെന്ന് പറയുമ്പോൾ അവരെന്താ പറയും, നിങ്ങൾ പല്ലിനെ പറ്റി പഠിക്കുന്നവരല്ലേ എന്ന് ചോദിക്കും. ഇതിന്റെ ഏറ്റവും എന്താ പറയുക അറ്റെന്ന് പറയുന്ന ചോദ്യം എന്ന് പറയുന്നത് ഈ 32 പല്ലിനെ വെച്ച് പഠിക്കാൻ നിങ്ങൾക്ക് എന്തിനാണ് ഈ 5.5 വർഷം എന്നൊരു ചോദ്യമുണ്ട്. ഒരു റീൽ കണ്ടപ്പോൾ ആ റീലുണ്ടായിരുന്നു, ഒരു BDS പഠിക്കുന്ന കുട്ടിയാണെന്ന് തോന്നുന്ന റീൽ ചെയ്തേക്കുന്നത്. കുട്ടി പറയുന്നുണ്ട്, ഈ ആയുർവേദം എടുത്തവരായാലും അവരുടെ അടുത്ത് പറയും നിങ്ങൾ പച്ചില അരയ്ക്കാൻ പോകുന്നവരല്ലേ, നിങ്ങൾ MBBS അല്ലല്ലോ എന്ന്. ഈ ഹോമിയോപ്പതി എടുക്കുന്നവർ നിങ്ങൾ മധുരമിഠായി പോലത്തെ ഗുളികൾ കൊടുക്കുന്നവരെ നിങ്ങൾ MBBS അല്ലല്ലോ. എന്നാൽ ഈ നാട്ടുകാരൊക്കെ തന്നെ പോയിട്ട് നമ്മുടെ ഈ MBBS എടുത്ത കുട്ടികളോട് പറയും, നിങ്ങൾ MBBS അല്ലേ, നിങ്ങൾ വെറും MBBS അല്ലേ, നിങ്ങൾക്ക് PG ഇല്ലല്ലോ എന്ന് എടുത്ത് ചോദിക്കും. അതായത് നമ്മുടെ ചുറ്റുമുള്ളവരെല്ലാവരും നമ്മുടെ അടുത്ത് പലതും പറയും. നിങ്ങൾ ഇപ്പോൾ എടുത്ത ഏത് കോഴ്സാണെങ്കിലും അവരെന്നെ ഹൈ ലെവലിൽ പിടിച്ചിട്ട് പറയും നിങ്ങൾ അതല്ലല്ലോ, നിങ്ങൾ ഇതാണല്ലോ. സെയിം നമ്മുടെ അടുത്തും പറയും നിങ്ങൾ 32 പല്ലിന് വെച്ച് പഠിക്കാം, നിങ്ങൾക്ക് എന്തിനാണ് ഈ 5.5 വർഷം. പക്ഷെ ഇതെടുത്ത് പഠിക്കാൻ തുടങ്ങിയ ഒരാൾക്കറിയാം ഈ 5.5 വർഷം നമ്മൾ ഈ 32 പല്ല് മാത്രമല്ല പഠിക്കുന്നത്. ഡെന്റിസ്ട്രി എന്ന് പറയുന്നത് BDS എന്ന് പറയുന്നത് ഈ 32 പല്ലിനെ പറ്റി പഠിക്കുന്നത് മാത്രമല്ല. എന്തൊരു ഫൂളിഷ്നെസ് ആണ് ഡെന്റിസ്ട്രി എന്ന് പറയുന്നത്. നീറ്റ് എഴുതിയാണ് നമ്മൾ വരുന്നത്. ഈ നീറ്റിൽ MBBS കഴിഞ്ഞതിന് ശേഷം വരുന്ന റാങ്കിൽ കിട്ടുന്നവർക്കുള്ളതാണ് ഈ BDS എന്ന് പറയുന്ന ഡെന്റിസ്ട്രി എന്ന് പറയുന്ന കോഴ്സ്. നമ്മൾ ഡെന്റിസ്ട്രിയിൽ വന്നു കഴിയുമ്പോൾ നമുക്കൊരു 5.5 വർഷത്തെ ഒരു കോഴ്സാണ്. അപ്പോൾ ഇത് വെറും പല്ലിനെ പറ്റി പഠിക്കുന്നു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നമുക്ക് മസിൽസിനെ പറ്റി അറിയില്ല, നമുക്ക് നെർവ്സിനെ പറ്റി അറിയില്ല, നിങ്ങൾക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അറിയില്ല എന്നുള്ളൊരു കോൺസെപ്റ്റാണ് വീട്ടിലായാലും നാട്ടിലായാലും എല്ലാവർക്കും. നമ്മൾ പല്ലിനെ പറ്റിയല്ലേ പഠിക്കുന്നത്, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ് എല്ലാവർക്കും. പക്ഷേ നമ്മൾ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും തേർഡ് ഇയറും MBBS-ലുള്ള സബ്ജക്ട്സ് ഒക്കെ തന്നെയാണ് നമ്മളും പഠിക്കുന്നത്. നമ്മുടെ ടോപ്പിക്സ് ഹെഡ് ആൻഡ് നെക്കിലേക്ക് മാത്രം ഫോക്കസ്ഡ് ആണ്. പക്ഷെ നമ്മൾ ആ സെയിം സബ്ജക്ട്സ് ആണ് നമ്മൾ ഡെന്റിസ്ട്രിയിൽ ഫോളോ ചെയ്യുന്നത്. ആദ്യത്തെ 3 വർഷം നമുക്കുള്ള ഈ 3 വർഷത്തിലും നമുക്ക് ഒരു സബ്ജക്റ്റ് മാത്രമാണ് ഡെന്റിസ്ട്രിയുടെ വരുന്നത്. ഫസ്റ്റ് ഇയറിൽ ഡെന്റൽ അനാട്ടമി, ഡെന്റൽ ഹിസ്റ്റോളജി എന്ന് പറയുന്നു. പിന്നെ അത് കഴിഞ്ഞ് സെക്കൻഡ് ഇയറിലോട്ട് വരുമ്പോൾ നമുക്ക് അവിടെ ഡെന്റൽ മെറ്റീരിയൽസ് വരുന്നു. തേർഡ് ഇയറിൽ വരുമ്പോൾ ഓറൽ പത്തോളജി വരുന്നു. അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് വരുന്നത് ഈ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ അല്ലെങ്കിൽ ഓരോരോ സബ്ജക്ട്സ് നമ്മൾ വരുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇത് ഒരു 2 പേജുള്ള ബുക്കോ അല്ലെങ്കിൽ ഒരു കുറച്ച് പേജുള്ള ടെക്സ്റ്റ് ബുക്കൊന്നും അല്ല. ഒരു വലിയ എന്താ പറയുക, ഒരു ഡിക്ഷണറിയുടെ അത്രയും പോകുന്നതാണ് ഓരോ ടെക്സ്റ്റ് ബുക്സ്. നമ്മൾ അതൊക്കെ പഠിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് വരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഫൈനൽ ഇയറിൽ നമുക്ക് പാർട്ട് 1 പാർട്ട് 2 എന്ന് 1.5 വർഷമാണ് കുഹാസ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ പഠിക്കുന്നത്. കേരളത്തിലെ കുഹാസ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 5.5 വർഷത്തെ കോഴ്സിൽ 1.5 വർഷം എന്ന് പറയുന്നത് ഫൈനൽ ഇയർ ആണ്. അതായത് 1 വർഷം പാർട്ട് 1ഉം 6 മാസം പാർട്ട് 2. ഇതും കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ 1 വർഷത്തോളം ഹൗസ് സർജൻസി അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നൊരു പീരീഡ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു 5.5 വർഷം ഡെന്റിസ്ട്രി BDS പഠിക്കുന്ന ഒരു കുട്ടിയുടെ അടുത്ത് നിങ്ങൾ പറയരുത് നിങ്ങൾ വെറും പല്ലിനെ പറ്റിയല്ലേ പഠിക്കുന്നതെന്ന്. ഓരോ വർഷവും നമുക്ക് എത്ര സബ്ജക്റ്റ് ആണോ തിയറി ഉള്ളത്. ഫസ്റ്റ് ഇയറിലാണെങ്കിൽ നമുക്ക് 3 സബ്ജക്ട്സ് തിയറിയോടൊപ്പം തന്നെ നമുക്ക് പ്രാക്ടിക്കലും വരുന്നുണ്ട്. ഈ തിയറി എക്സാമും പാസ്സാവണം, പ്രാക്ടിക്കലും പാസ്. ഈ പല്ലെടുക്കുക, പല്ലടയ്ക്കുക, പല്ല് പറയ്ക്കുക അല്ലെങ്കിൽ കമ്പിടുക എന്നൊക്കെ പറയുന്നത് വെറും സിമ്പിൾ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. ഇതെല്ലാം ഡെന്റിസ്ട്രിയിൽ ഓരോ സ്പെഷ്യാലിറ്റീസ് ആണ്. നിങ്ങൾ ഈ കാർഡിയോളജി എന്ന് പറയുന്ന പോലെ, ഡെർമറ്റോളജി എന്ന് പറയുന്ന പോലെ ഡെന്റിസ്ട്രിയിലും ഒരുപാട് സ്പെഷ്യാലിറ്റീസ് വരുന്നുണ്ട്. അതിൽ വരുന്നതാണ് എൻഡോഡോണ്ടിക്സ്, ഓർത്തോഡോണ്ടിക്സ്, പീഡോഡോണ്ടിക്സ് അങ്ങനെ പറയുന്ന ഓരോ സ്പെഷ്യാലിറ്റീസും ഡെന്റിസ്ട്രിയിൽ വരുന്നുണ്ട്. ഇപ്പം BDS മാത്രമല്ല, MBBS ആയാലും ആയുർവേദ ആയാലും ഹോമിയോപ്പതി ആയാലും എന്തായാലും പഠിക്കുന്ന എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള കഷ്ടപ്പാടുകളുണ്ട്. ഒന്നും ഇങ്ങനെ സ്വിച്ചിട്ട ഡോക്ടറാവും ആ സംഭവമല്ല. നമ്മുടെ ലൈഫിൽ ഒരു 18 വയസ്സ് തൊട്ട് അല്ലെങ്കിൽ 19 വയസ്സ് തൊട്ട് 10-25 വയസ്സ് വരെ നമ്മൾ പഠിക്കുന്നൊരു കോഴ്സാണ്. സോ നിസ്സാരമായിട്ട് നിങ്ങൾക്ക് പറയാം, നിങ്ങൾ പല്ലിനെ പറ്റി പഠിക്കുന്നവരല്ലേ, പല്ലന്മാരല്ലേ, വായ നോക്കിയാലല്ലേ, നിങ്ങൾക്ക് പല്ലിനെ പറ്റി മാത്രമല്ലേ അറിയൂ. പഠിച്ച് നമ്മൾ പുറത്തിറങ്ങി വരുമ്പോൾ നിസ്സാരമായിട്ട് നിങ്ങളൊരു ചോദ്യം കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ പറയാണ് വെറും 32 പല്ലിനെ പറ്റി പഠിക്കാൻ നിങ്ങൾക്ക് എന്തിനാണ് ഈ 5.5 വർഷം എന്നൊരു ചോദ്യം കൊണ്ട് നമ്മളിങ്ങനെ വിചാരിക്കട്ടെ എന്താണ് ഇവർ ഈ പറയുന്നത്.